ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ബ്ലോക്സ് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പഠിച്ചു. ഇനി എങ്ങനെയാണ് ബ്ലോക്ക് പ്രിൻറ്റിങ് നമ്മൾ തുണിയിലോട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടു നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലോക്കാണ് നമ്മളെടുത്ത് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്യണത്. ഈ ഒരു മെറ്റീരിയലിലാണ് ഞാൻ ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ നമ്മുടെ ഓർഗൻഡി സാരി മെറ്റീരിയലിൽ ഓർഗൻഡി സാരിയാണ്, വൈറ്റ് ഓർഗൻഡി സാരിയാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ചെയ്യുമ്പം കോട്ടൺ മെറ്റീരിയൽസ് എല്ലാത്തിനും നല്ല സ്റ്റാർച്ച് ഉണ്ടാകും, സ്റ്റിഫായിട്ടിരിക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പം. അപ്പോൾ ആദ്യം തന്നെ ഈ മെറ്റീരിയലിൽ നിന്ന് നമ്മൾ കോട്ടൺ മെറ്റീരിയൽസിന്, എക്സ്പെഷ്യലി കോട്ടൺ മെറ്റീരിയൽസിൽ നിന്ന് സ്റ്റാർച്ച് മുഴുവനും കളഞ്ഞതിന് ശേഷമാണ് ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ തുണിയും ഫാബ്രിക് പെയിൻറ്റും ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ യോജിക്കുന്നതിൻ്റെ ഇടയിൽ ഈ സ്റ്റാർച്ചും കൂടെ വരും. അപ്പോൾ എന്താ പറ്റണതെന്ന് വെച്ചാൽ സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് തുണിയിലോട്ട് പെയിൻറ്റ് നല്ലോണം അബ്സോർബ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഒറ്റ വാഷിൽ തന്നെ ആദ്യം തന്നെ നമ്മൾ സ്ക്രബ് ചെയ്ത് നല്ലോണം ഉരച്ച് കഴുകുകയാണെങ്കിൽ അപ്പം തന്നെ ആ പെയിൻറ്റ് പൊളിഞ്ഞു പോരാൻ തുടങ്ങും. അപ്പം നല്ല ഈ സ്റ്റാർച്ച് ഫുള്ളുമായിട്ട് നമുക്ക് കളയണം. ഈ സ്റ്റാർച്ച് കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് ഇടണമെന്നില്ല. നമ്മുടെ തുണി നല്ല വെള്ളത്തിലെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മുടെ തുണിയുടെ ലെങ്ത്ത് പോലെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ കുഞ്ഞ് പീസ് ഓർഗൻഡി മെറ്റീരിയലാണ്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം തിരുമ്മി പിഴിഞ്ഞ് എടുത്ത് ഉണക്കി അത് കഴിഞ്ഞിട്ട് നല്ലോണം തേച്ച് വെച്ചിരിക്കുന്ന മെറ്റീരിയലാണിത്. അപ്പം ആ മെറ്റീരിയലിലോട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ നമ്മളോട് ഈ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഏത് മെറ്റീരിയലാണെങ്കിലും അതിൻ്റെ സ്റ്റാർച്ച്, ഏത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോട്ടൺ മെറ്റീരിയൽസിന് എന്തും ആയിക്കോട്ടെ, അതിൻ്റെ സ്റ്റാർച്ച് നല്ലോണം കളഞ്ഞ് കഴിഞ്ഞിട്ട് ഉണങ്ങി നല്ലോണം തേച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യാൻ പോണത്. ഇതാണ് ആദ്യത്തെ പോയിൻ്റ് കേട്ടോ. രണ്ടാമത്തെ പോയിൻ്റ് ഞാനിത് കാണിക്കുന്നത് ജസ്റ്റ് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ്. നോർമലി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ബിസിനസ്സായിട്ട് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് അക്രിലിക് പെയിൻറ്റ് അല്ലായിരിക്കും. അതിന് കളർ പെയിൻറ്റ്സും അതിൻ്റെ ബ്ലെൻഡറും ഏതൊക്കെ മെറ്റീരിയലിൽ ഏതൊക്കെ ബ്ലെൻഡറാണ് യൂസ് ചെയ്യേണ്ടത്, ഫിക്സറും ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കളർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ബ്ലോക്ക് അതിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് പകരം ഞാനിതിപ്പം നമ്മുടെ മാത്രം ആവശ്യത്തിന് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ വീട്ടിലെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അക്രിലിക് പെയിൻറ്റ് വേണം, ബ്ലോക്ക് വേണം. ബ്ലോക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാകും. ആദ്യം ബ്ലോക്ക് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രഷ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് സ്പോഞ്ച്. ഈ സ്പോഞ്ച് നമുക്ക് റീയൂസ് ചെയ്യാം. സ്പോഞ്ച് ഷീറ്റായിട്ട് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സ്ക്രബ്ബറില്ലേ, സ്ക്രബ്ബറിൻ്റെ കൂടെ നമുക്ക് സ്പോഞ്ച് കിട്ടത്തില്ലേ, ആ സ്പോഞ്ച് രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ ആ സ്പോഞ്ചിന് ഇത്രയും തിക്നെസ് ഉണ്ട്. അപ്പോൾ അത്രയും തിക്നെസ് നമുക്ക് വേണ്ട, കുറച്ച് തിക്നെസ് മതി. അതുകൊണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് നടുക്കെ അതിൻ്റെ വീതി കുറച്ച് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ സ്പോഞ്ച്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്ലേറ്റ്, എന്ത് പ്ലേറ്റും ആയിക്കോട്ടെ, ഒരു പ്ലേറ്റ് എന്ന് വെച്ചാൽ ആ സ്പോഞ്ച് ഈ പ്ലേറ്റിൻ്റെ അകത്തോട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്പോഞ്ചിലോട്ട് കളർ ഒഴിച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് പ്രസ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒരു സ്പോഞ്ച്. പിന്നെ ഇത്രയാണ് നമുക്ക് പെയിൻറ്റിങ്ങിന് ആവശ്യമുള്ളത്. പിന്നെ അടുത്ത കാര്യം ഇതിപ്പം നമ്മൾ രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്ത കാര്യം, മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ ബ്ലോക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് ലെവലായിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. നല്ല ലെവലായിട്ടുള്ള ബ്ലോക്ക് പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ അകത്ത് ലെവലല്ല. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഇച്ചിരി വളവൊക്കെ ഉണ്ടാകും. നമുക്ക് കാണാൻ പറ്റില്ല, ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വെറുതെ നിലത്തൊരു സർഫസിൽ ഒരു പേപ്പറോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് ഇങ്ങനെ ബ്ലോക്ക് വെച്ച് നമ്മളിങ്ങനെ സ്റ്റാമ്പ് ചെയ്താലും കൃത്യമായിട്ടുള്ള ഇമേജ് നമുക്ക് വരത്തില്ല. അവിടെ ഇവിടെ ഗ്യാപ്പ് ഫീൽ ചെയ്യും. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ ഗ്യാപ്പ് വന്നേക്കുന്നത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതൊരു തുണിയിൽ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ അത് നോക്കി, ചില ഇമേജസ് എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചിലതിൻ്റെ ഇവിടെ ഇല്ല, ഇവിടെ കുറച്ച് പോർഷൻസ് പെയിൻറ്റ് ഇല്ല, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്.
അതെന്താ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിപ്പം നോർമലി ഒരു റഫ് സർഫസിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് പറഞ്ഞു ഇതിൻ്റെ അകത്ത് വുഡാണ് ഇതിൻ്റെ ഇടയിൽ കർവ് എന്ന് വെച്ചാൽ ഈക്വൽ ആയിട്ടുള്ള സർഫസ് അല്ല, കർവ്സ് ഉണ്ടാകും. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ല, കർവ് കുഞ്ഞു കുഞ്ഞു വളവായിരിക്കും, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മളിങ്ങനെ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ നല്ല ഹാർഡ് സർഫസിലാണെങ്കിൽ ഇത് അതിൻ്റെ തുണിയായിട്ട് മുട്ടുന്നില്ല. അതുകൊണ്ടാണ് പെയിൻറ്റ് വരാത്തത്, അല്ലാണ്ട് ബ്ലോക്കിൽ പെയിൻറ്റ് ആവാത്തതുകൊണ്ടല്ല. ആ ബ്ലോക്ക് തുണിയായിട്ട് മുട്ടാത്തത് കൊണ്ടാണ് പെയിൻറ്റ് നമുക്ക് ഇവിടെ കിട്ടാത്തത്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തുണിയുടെ താഴെ നമ്മളൊരു 2-3 ലെയർ വേറെ തുണി, റഫായിട്ട് ചീത്ത തുണികൾ ഇടുക, നല്ല കട്ടിയുള്ള തുണികൾ. അപ്പോൾ നമ്മൾ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ തുണി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെങ്ങ് കൊള്ളുന്നതുകൊണ്ട് ഈ ഇമേജ് കൃത്യമായിട്ട് വരും. അപ്പോൾ ഈ തുണിയുടെ അടിയിൽ വേറെ തുണി ഇടുക, അതിൻ്റെ മുകളിൽ വേറെ തുണി ഇടുക, അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ 2 ലെയർ തുണിയുണ്ട്. ഞാനൊരു ബെഡ്ഷീറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ വേറൊരു ലെയർ തുണി ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ ഞാൻ ഈ ഒരു തുണിയും കൂടെ വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ തുണിയുടെ അടിയിൽ ഈ ഒരു തുണി വെച്ചിട്ടുണ്ട്. ഈ തുണി ഞാൻ 2-3 വട്ടം മടക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും കമ്പിളി പുതപ്പോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത വേസ്റ്റായിട്ടുള്ള ഏതെങ്കിലും തുണികൾ 2-3 ലെയർ വെക്കുക, അങ്ങനത്തെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ സ്പോഞ്ച് എടുക്കുകയാണ്. നമ്മുടെ ഈ സ്പോഞ്ച് നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ. ഇൻ കേസ് നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്പോഞ്ചിലോട്ട് നമ്മൾ അക്രിലിക് പെയിൻറ്റ് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് ഒത്തിരി യൂസിലല്ല, നമ്മുടെ യൂസിനനുസരിച്ച് വേണം അക്രിലിക് പെയിൻറ്റ് ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റായി പോകും. നമ്മുടെ ഈ ഒരു പെയിൻറ്റ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. ഇപ്പം നമ്മുടെ ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണെന്ന് നോക്കുക. അത് ഇത്ര രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിൽ പെയിൻറ്റ് ഒഴിച്ചാൽ മതി, അല്ലാണ്ട് ഇവിടെ ഒക്കെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഏരിയ ആയിട്ട് ഒഴിച്ചാൽ മതി. ഒത്തിരി നമ്മുടെ ഇത് നോക്കിയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡ്രസ്സ് മാത്രം പെയിൻറ്റ് ചെയ്യാനല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒഴിച്ചിട്ട് തൂത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ബ്രഷ് എടുത്ത് തൂത്താലും മതി. ഒത്തിരി ഒഴിക്കുമ്പം ഒത്തിരി ആയിപ്പോയാൽ അതും വേസ്റ്റായി പോവില്ലേ, അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ തൂക്കുന്നത്. സ്പോഞ്ച് ആയതുകൊണ്ട് അത് വലിച്ച് താഴത്തോട്ട് പൊക്കോളും. ഇത് നമ്മൾ ഒരു വട്ടം ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഈ പാറ്റേൺസ് ഉണ്ടാക്കാൻ പറ്റും. അതോർത്ത് പേടിക്കണ്ട, അയ്യോ ഇത് ഒരു വട്ടം ചെയ്യാനാണ് ഇത്രയും പെയിൻറ്റ് എടുക്കണേന്നുള്ളത് ഓർക്കണ്ട. നമുക്ക് കുറേ വട്ടം ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു സാരി, അല്ലെങ്കിൽ ഒരു സാരി ഫുള്ളും ഇല്ലെങ്കിലും കുറേ ഡിസൈൻസ് ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മൾ ഇത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് ഇംപ്രസ് ചെയ്തിട്ട് നമ്മൾ ക്ലോത്തിലോട്ട് ഈ ബ്ലോക്ക് പ്രിൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുവാണ് ഇതിൻ്റെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ബ്ലോക്ക് എടുത്തിട്ട് ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണ്. ഈ നമ്മൾ കളർ ചെയ്തെടുത്ത സ്പോഞ്ചിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ എന്താ പറ്റണേ, ഈ കളറ് ഈ ബ്ലോക്കിലോട്ട് ഇങ്ങനെ കയറും. നോക്കിയോളൂ, കണ്ടോ, ഇങ്ങനെ വരും. ഇതിപ്പോൾ പ്രസ് ചെയ്ത് നേരെ ആയിട്ടില്ല, അതുകൊണ്ടാണ് കളർ വരാത്തത്. കണ്ടോ, പെയിൻറ്റ് ഇതിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്, ബ്ലോക്കിൻ്റെ അകത്തോട്ട് നല്ലോണം കയറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മെറ്റീരിയലിൻ്റെ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെക്കുക. വെച്ചിട്ട് നല്ലോണം നമ്മൾ കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. നല്ലോണം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഫോഴ്സിൽ വേണം കേട്ടോ, പയ്യെ ചെയ്താൽ പോരാ, നല്ല ഫോഴ്സിൽ തന്നെ ചെയ്യുക. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ബ്ലോക്സ് അല്ലാണ്ട് വലിയ ബ്ലോക്സ് ചെയ്യുന്ന ആൾക്കാർ, ഇൻഡസ്ട്രി ബേസ്ഡ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ഇതിപ്പോൾ ഞാൻ വെച്ചത് തല തിരിഞ്ഞു പോയി, സോറി, ഇങ്ങനെയാണിന്ന് വെക്കേണ്ടത്, മാറിപ്പോയി. വീണ്ടും നമ്മൾ അടുത്ത തവണയും ഇത് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ ഈ സ്പോഞ്ചിൽ നല്ലോണം വെച്ചിട്ട് ഇങ്ങനെ ഞെക്കുക. അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ വെക്കാനായിട്ട്, തുണിയിൽ വെക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല ക്ലിയറായിട്ട് ഫുൾ ഇമേജും വന്നിട്ടുണ്ട്.
അതിപ്പോൾ ഞാൻ കുറച്ച് കളറാണ് ഞാൻ എടുത്തുള്ളൂ, വേസ്റ്റായി പോകുമല്ലോ എന്ന് ഓർത്തിട്ട്. അത് നമ്മൾ കൂടി നല്ലോണം എടുക്കുകയാണെങ്കിൽ നല്ല കളറായിട്ട് വരും. ഓക്കെ, സ്പേസിംഗ് ഒക്കെ നോക്കിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്താൽ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതിൻ്റെ പകുതി സമയം പോലും നമുക്ക് എടുക്കത്തില്ല ഇത് ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്കൊരു സാരി തന്നെ ഫുള്ളും നല്ല വൃത്തിയായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനി ഉണങ്ങിക്കഴിഞ്ഞിട്ട് മറിച്ചിട്ടിട്ട് നല്ലോണം അയൺ ചെയ്തിട്ട് വാഷ് ചെയ്താലും പെയിൻറ്റ് പോകത്തില്ല, സ്റ്റാർച്ച് കളയാതാണ്. ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് മറിച്ചിട്ടൊന്ന് തേക്കുക, അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക. ഇപ്പോൾ കളർ കുറഞ്ഞ് വരുന്നവരുണ്ട്, അത് ഞാൻ പ്രസ് ചെയ്യുന്നത് കളർ കുറഞ്ഞിട്ടാട്ടോ സ്പോഞ്ചിൽ ഞാൻ കുറച്ചല്ലേ തൂത്തുള്ളൂ. അപ്പോൾ അത് നല്ലോണം ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നിറച്ചുമായിട്ട് വന്നോളും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നമുക്ക് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി, വളരെ യൂസ്ഫുള്ളായി ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.